ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഈ ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലേ? ഈ ഗുലാബ് ജാമുൻ പുഡിങ് കഴിച്ച് നോക്കി നിങ്ങൾ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യില്ലേ, അതൊന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം പാലൊഴിച്ച് കൊടുക്കാണ്ട് നെയ്യിൽ തന്നെ ആദ്യം നെയ്യിൻ്റെ നനവ് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഇത് മെല്ലെ മെല്ലെ കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് പാലൊന്നും വേണ്ടി വരില്ല, കുറച്ച് മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതിപ്പം കൈമേൽ ഒട്ടിപ്പിടിക്കുന്ന പരുവില്ല, അതുപോലെ അങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് ഇത് 1/2 കപ്പിൽ ഇത്രയും പാല് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഞാൻ തടവി കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ ഇത് നമുക്കിത് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. എത്രത്തോളം കുഞ്ഞാക്കാൻ പറ്റുമോ അങ്ങനെ കുഞ്ഞി ബോൾസ് ആക്കിയാൽ മതി. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടിയും വലുതാകും. പിന്നെ ഇത് ഷുഗർ സിറപ്പിലിടുമ്പോഴും വീണ്ടും ഒന്നും കൂടി വലുതാവും കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ഇത്തിരി വെള്ളം കൊണ്ട് നനച്ച് കൊടുത്താൽ തീരെ ക്രാക്ക് ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് വേണം, തീരെയും ക്രാക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പില്ലേ, അത് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായും ഒരു പിഞ്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നേരത്തെ ബോൾസില്ല, ഞാനിപ്പോൾ ഓരോന്നോരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു 3 എണ്ണമാണ് ഇട്ടത്, ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഓയിൽ എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ 3 എണ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് നല്ലതുപോലെ റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മിൽക്ക് പുഡിംഗ് ഇല്ലേ, അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡ്, അതെടുത്താലും മതി കേട്ടോ. അതും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കസ്റ്റേർഡിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടാകും. ഇനി ഇതാ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് വേറൊരു ചെറിയ നേരത്തെ നമ്മൾ പാലെടുത്ത് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പാലൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് പാലൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഗസ്റ്റൊക്കെ വീട്ടിലുള്ള സമയമാകുമ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയ എടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് തന്നെ കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായപ്പോൾ നേരത്തെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അടിയിൽ ഇങ്ങനെ കട്ട കിടക്കുന്നുണ്ടാകും. എന്നിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ തീയുള്ളത്. കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കുന്നേരം തന്നെ അത് നല്ലോണം തിക്കായി വന്നോളും. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്.
2-3 മിനിറ്റ് കൂടെ ഒന്ന് അതിങ്ങനെ തന്നെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കായൻ്റെ പൊടിയോ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലേവറിനായിട്ട്. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ നേരെ നമ്മൾ ഇതേപോലെ സിംഗിളായിട്ടാട്ടോ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ടാകുക. അല്ലെങ്കിൽ വലിയൊരു ട്രെയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇതാകുമ്പോൾ ഒന്നും കൂടി നല്ല രസം ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടി ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഗുലാബ് ജാമുല നല്ലതുപോലെ ഷുഗർ സിറപ്പിൽ നല്ലോണം ഇതായിട്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.